ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി വായിക്കാത്തവരാണ്. ആ സുപ്രീം കോടതി വിധിയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വിധിക്കെതിരായ പ്രചാരവേലകളും വിമർശനങ്ങളും ഉയർത്തി മുന്നോട്ട് പോകുന്നത്. ഈ വിധി പുറത്തു വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ചില ആളുകൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ വിധിയോടുള്ള വ്യക്തിപരമായ സമീപനം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ആ ആളുകൾ എന്നെ വിളിച്ചത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, അതിലുപരിയായി ഭരണഘടനാ നിയമങ്ങളിൽ അത്യാവശ്യം ചെറിയ ധാരണകളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും ഈ വിധിയെ സംബന്ധിച്ച് അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഞാൻ അവരോടെല്ലാം പ്രതികരിച്ചത്, ഈ വിധി വായിച്ചു നോക്കാതെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ്. ഏകദേശം 545 പേജുകളുള്ള വളരെ ബൃഹത്തായ ഒരു വിധിന്യായമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അത് വായിച്ചെടുക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായും ഏതാനും ചില ദിവസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നതുകൊണ്ട് ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിധിയെ സംബന്ധിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാനും പറയാനും ഞാൻ ശ്രമിച്ചത്. അതിനുശേഷം ഭീമിഷന്റെ കോർ കമ്മിറ്റിയിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു, അഭിപ്രായങ്ങൾ പങ്കുവെച്ചു. ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരായ ബെഞ്ചിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ പരിശോധനകളും ചർച്ചകളും ഉണ്ടായി. അതിൻ്റെ ഒടുവിലാണ് സുപ്രീം കോടതി വിധിക്കെതിരായി പ്രഖ്യാപിക്കപ്പെട്ട ബെഞ്ചിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ സുപ്രീം കോടതി വിധിക്കെതിരായി വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ പ്രതിഷേധത്തെ ആ നിലയിൽ ദുർബലപ്പെടുത്തുന്ന നിലയിൽ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ പൊതുവിൽ തീരുമാനിച്ചത്. പക്ഷെ അതിനുശേഷം, അതായത് ഓഗസ്റ്റ് 21-ാം തീയതിക്ക് ശേഷം ഈ വിധിയെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പതിയെ പതിയെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി. എതിർക്കപ്പെടേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതുമായ അംശങ്ങളൊന്നും ഈ സുപ്രീം കോടതി വിധിയുടെ കണ്ടെത്തലില്ല എന്ന സുചിന്തിതമായൊരു അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് 2 അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട, പ്രാമുഖ്യമില്ലാതെ പോയ, അൺറെപ്രസെന്റഡ് ആയ, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടിയിരുന്ന ഒരു അധ്യാപക സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രിയ ഗോപാനി എന്നാണ്. UGCയുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അലഹബാദിലെ GB പന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇൻവിസിബിൾ ദലിറ്റ്സ് എന്നാണ്. അതെ, നമ്മൾ സംസാരിക്കുന്നത് അദൃശ്യരാക്കപ്പെട്ട ചില മനുഷ്യരെ സംബന്ധിച്ചാണ്. ഉപവർഗീകരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്ന ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല, 1996 മുതൽ ഈ കേരളത്തിൽ ഉപവർഗീകരണമുണ്ട് എന്നത് പട്ടികജാതിക്കാർക്കിടയിൽ. പക്ഷേ ആ ഉപവർഗീകരണം ബാധകമായത് വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ്. കള്ളാടി, നായാടി, വേടൻ, അരുന്ധതിയ, ചക്ലിയർ, ഈ 5 സമുദായങ്ങളെ കേരളത്തിലെ പട്ടികജാതി ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവരെ വൾണറബിൾ കാസ്റ്റ്, വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. 1996 മുതൽ വികസന പ്രവർത്തനങ്ങളിൽ അവർക്ക് പ്രത്യേകമായ പരിഗണനയും മുൻഗണനയും നൽകി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 96 മുതൽ ഏകദേശം 20 വർഷത്തിലധികമായി, 30 വർഷത്തോളമായി കേരളത്തിൽ ഉപവർഗീകരണം അഥവാ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് വികസന പ്രവർത്തനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുക. ആ വികസന പ്രവർത്തനങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഈ സബ് ക്ലാസിഫിക്കേഷൻ, ഉപവർഗീകരണം, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ഉദ്യോഗത്തിന്റെ കാര്യത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്, ആ നിലയിലുള്ളൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വലിയ ഹാലിളക്കമുണ്ടായത്. കാരണം ഇതുവരെ വിദ്യാഭ്യാസപരമായ, ഉദ്യോഗപരമായ പ്രാതിനിധ്യം ഉറപ്പാക്കി കൈവശം വെച്ചിരുന്ന ചില സമുദായങ്ങൾ, എൻ്റെതടക്കമുള്ള സമുദായങ്ങൾ മുന്നോട്ട് വരുന്നു. അവർ പറയുന്നു ഉപവർഗീകരണം അപകടകരമാണ് എന്ന്.
ആർക്കപകടകരം? എന്തിനപകടകരം? ഏകദേശം 18 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഒരു അംബേദ്കറായി ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ വളരെ ആദരവോടുകൂടി പറയുന്നു, ഈ മേഖലയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നിർത്തിയ ഒരു മഹാനായ മനുഷ്യനാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് എന്ന്. ഏകദേശം 90-കൾ മുതൽ അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ് ഞാൻ. ബഹുജൻ സമാജ് പാർട്ടിയുടെ ഭാഗമാകാനും വലിയൊരു പരിധിവരെ കാരണഭൂതനായത് ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ അംബേദ്കറിസം പഠിച്ചു വളർന്നയാളാണ്. മഹാനായ ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറെ വായിക്കാനും പഠിക്കാനും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുമായി ശ്രമിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലയിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇൻവിസിബിൾ ദളിത്, അദൃശ്യരാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമുക്ക് സംസാരിച്ചുകൂടാ? അതല്ലേ നീതി എന്ന് പറയുന്നത്? അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്? അതല്ലേ സമത്വം എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ആരംഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന 4 ആശയങ്ങളുണ്ട്. ഒന്ന് നീതിയാണ്. ഉദ്ഘാടകൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ആശയം നീതിയാണ്. നീതിക്ക് ശേഷമാണ് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, ലിബർട്ടിയെ സംബന്ധിച്ച് പറയുന്നത്. ലിബർട്ടിക്ക് ശേഷം ഇക്വാലിറ്റി, ഇക്വാലിറ്റിക്ക് ശേഷം ഫ്രട്ടേണിറ്റി. ഫ്രട്ടേണിറ്റിക്ക് 2 ഫേസറ്റ് ഉണ്ട്, 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫ്രട്ടേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. വ്യക്തിയുടെ അന്തസ്സ് പരിപാലിക്കുന്നതും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതുമായ സാഹോദര്യം എന്ന ആശയമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തെ ആശയം നീതിയാണ്. നീതി എന്ന് പറഞ്ഞാൽ അതിനുമുണ്ട് 3 ഫാസറ്റ്, 3 വഴികൾ. ജസ്റ്റിസ്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ. സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹ്യമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ നീതി. സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് I have read a book written by Akash Singh Rathore, and Akash Singh Rathore is a world renowned educationist. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് അംബേദ്കർസ് പ്രിയാമ്പിൾ എന്നാണ്. And according to Akash Singh Rathore, the preamble was drafted by none other than Babasaheb Dr. B.R. Ambedkar. But നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 അവതരിപ്പിച്ചത് നെഹ്റുവാണ്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പിൻപറ്റിയാണ് പ്രിയാമ്പിൾ രൂപപ്പെടുന്നത് എന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നെഹ്റുവാണ് അതിന്റെ കർത്താവ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആകാശ് സിംഗ് റാത്തോർ ചരിത്രപരമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ രചിച്ചത് മറ്റാരുമല്ല, മഹാനായ ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് എന്ന്. അംബേദ്കർ പ്രിയാമ്പിൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ആ ഭരണഘടനയുടെ കരട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആകാശ് സിംഗ് റാത്തോർ അത് പറയുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, ആ പ്രിയാമ്പിളിൽ ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജന്മം നൽകിയ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആദ്യമായി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ജസ്റ്റിസ് അഥവാ നീതി എന്ന് പറയുന്നത്. സാമൂഹ്യമായ നീതി, സാമ്പത്തികമായ നീതി, രാഷ്ട്രീയമായ നീതി. ഉദ്ഘാടകൻ ആവർത്തിച്ചിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? സമത്വത്തെക്കാൾ, സ്വാതന്ത്ര്യത്തെക്കാൾ, സാഹോദര്യത്തെക്കാൾ ഏറ്റവും വിലമതിച്ചു കണ്ടത് ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ നീതിയാണ്. അവസരങ്ങളിൽ പ്രാതിനിധ്യമില്ലാതെ, ദ പീപ്പിൾ ഹു ആർ നോട്ട് റെപ്രസെന്റഡ് അഡ്വക്കേറ്റ്ലി. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ചില ആളുകളോട് പറയാറുണ്ട്. 2 റെപ്രസെന്റേഷനെ സംബന്ധിച്ച് 2 നിലയിലുണ്ട്. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, എഡ്യൂക്കേഷണൽ റെപ്രസെന്റേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ഇൻ സർവീസ്. ഇതിൽ 2ലും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ 2ആണ്. ആർട്ടിക്കിൾ 335, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 ഇതാണ് ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലുമുള്ള പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് പറയുന്നത്. 16(4) ഉദ്യോഗത്തിലെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് പറയുന്ന വകുപ്പ്. 16(4) of the Constitution, which speaks about the representation in the service of the state. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 335 പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 330, 332 രാഷ്ട്രീയ സംവരണത്തെ സംബന്ധിച്ച് പറയുന്ന വകുപ്പുകൾ. ഇതിൽ 2ലും ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ്. ആർട്ടിക്കിൾ 14-ലും 15-ലും 16-ലും നമ്മൾ കാണുന്നത് എന്താണ്? 16(4) നമ്മൾ കാണുന്നതാണ്, backward class of the citizens, we are not adequately represented in the service of the state. Madhiyaya pradhyam. The word used is adequate representation. But in Article 330, in Article 332,
which refers to the political reservation, the wording used is in proportion to the population. In proportion to the ജനസംഖ്യാനുപാതികമായ രാഷ്ട്രീയ സംവരണത്തെ സംബന്ധിച്ച് ഭരണഘടന പറയുമ്പോൾ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷെ വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലുമുള്ള സംവരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭരണഘടന പറയുന്നത് അഡ്വക്കേറ്റ് റെപ്രസെന്റേഷനാണ്, മതിയായ പ്രാതിനിധ്യമാണ്. It is not based on proportion to the population. If you are interested in developing proportion to the population, reservation as per proportion to the population, then automatically you have to amend the constitution. You have to amend 16(4) and add proportion to the population into it. അങ്ങനെയല്ല, മതിയായ പ്രാതിനിധ്യം എന്നാണ് പറയുന്നത് എന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമുദായത്തിൽ കേരളത്തിൽ 53 ജാതികൾ പട്ടികജാതി ലിസ്റ്റിലുണ്ട്. അതിൽ 10 ജാതികൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയില്ല എങ്കിൽ അവരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ബാധ്യത 43 സമുദായങ്ങൾക്കില്ലേ? നമ്മൾ ഏറ്റെടുക്കേണ്ടതല്ലേ? അതല്ലേ നീതി? അതിനെ ജാതി കുശുമ്പെന്നും ഗോത്രപ്പകയുമെന്നാണോ വിളിക്കുന്നത്? ചില ആളുകൾ വിശേഷിപ്പിക്കുന്നതാണ് ജാതി കുശുമ്പാണ്, ഗോത്രപ്രകയാണ് അല്ല. ഈ ആളുകളോട് ഇത് ജാതി കുശുമ്പാണ്, ഇത് ഗോത്രപ്പകയാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? നമുക്ക് പറയാനുള്ള മറുപടി ഒന്ന് മാത്രമാണ്, ഇത് ജാതി കുശുമ്പല്ല, ഇത് ഗോത്രപ്പക ഉയർത്തുകയല്ല, ഇത് സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമാണ്. ഉദ്ഘാടകൻ രാവിലെ പറഞ്ഞില്ലേ, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രട്ടേണിറ്റി. ഇത് ഫ്രട്ടേണിറ്റിയാണ്. സാഹോദര്യ സമ്മേളനം നടത്തിയത് കൊണ്ട് കാര്യമില്ല. മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ഫ്രട്ടേണിറ്റി ഫെസ്റ്റിവൽ നടത്തിയത് കൊണ്ട്, സാഹോദര്യത്തിന്റെ സമ്മേളനം നടത്തിയത് കൊണ്ട് കാര്യമില്ല. നിന്റെയൊക്കെ പ്രവർത്തിയിൽ സാഹോദര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. പ്രവർത്തിയിൽ സാഹോദര്യം ഉണ്ടാകണം. അവഗണിക്കപ്പെട്ടു പോയ, പ്രാതിനിധ്യമില്ലാതെ പോയ, വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും മതിയായ പ്രാതിനിധ്യമില്ലാത്ത വേടനോടും കള്ളാടിയോരോടും അരുന്ധതിയോടും നായാടിയോടും ചേർന്ന് നിൽക്കാൻ സാഹോദര്യബോധമാണുള്ളത്. അല്ലാതെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് ഗോത്രപ്പകയല്ല, ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് ജാതി കുശുമ്പല്ല. ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉയർത്തിപ്പിടിച്ച ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം എന്ന ആശയമാണ്. ഞങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോയ, പ്രാതിനിധ്യമില്ലാതെ പോയ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാഹോദര്യം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അല്ലാതെ ഞങ്ങൾ ജാതി കുശുമ്പും ഗോത്രപ്പകയും ഉയർത്തുന്നവരല്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉപസംവരണ വിഷയം വളരെ മനോഹരമായി നമ്മുടെ ഉദ്ഘാടകൻ അത് പറഞ്ഞു. സാഹോദര്യം എന്ന് പറയുന്ന വികാരമാണ് നമ്മളെ നയിക്കുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരാണ് കള്ളാടിയാൻ, വേടനും നായാടിയും. അടുക്കളയുടെ കല്ല് മാറ്റി സ്വന്തം ശവശരീരം, ബന്ധുമിത്രാദികളുടെ ശവശരീരം കുഴിച്ചുമൂടാൻ നിർബന്ധിതമായ വേടനോട് വി ആർ ഹാവിംഗ് അവർ ഫ്രട്ടേണൽ ഡിസ്കോഴ്സ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഫ്രട്ടേണൽ ഡിസ്കോഴ്സ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് സാഹോദര്യമാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഉപസംവരണവാദികളായ നമ്മുടെ സഹോദരന്മാർ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഈ ഉപസംവരണ വിരുദ്ധരായ ആളുകളോട് ഞങ്ങൾ ദയവോട് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് ന്യൂനപക്ഷാവകാശം, മൈനോറിറ്റി റൈറ്റ്. ന്യൂനപക്ഷാവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30, 30. ഈ 30, 29 വകുപ്പുകളിൽ 30, 29 വകുപ്പുകളിൽ നിങ്ങൾക്ക് കാണാം ന്യൂനപക്ഷാവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്നു. ഈ ഉപസംവരണ വിരുദ്ധരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എല്ലാ ന്യൂനപക്ഷ സമ്മേളന വേദികളിലും ഇവരെ കാണാം, ന്യൂനപക്ഷങ്ങളുടെ വേദികളിൽ ഇവരെ കാണാം, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് കാണാം. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ന്യൂനപക്ഷ അവകാശത്തിന് വേണ്ടി വാദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഉപസംവരണ വിഷയം വന്നപ്പോൾ ഇവർ ഭൂരിപക്ഷവാദികളായി മാറി. ഉപസംവരണ വിഷയം വന്നപ്പോൾ 10 ലക്ഷത്തിലധികം വരുന്ന പുലയരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങളും പുലയനാണ്, ഞാൻ പുലയനാണ്, അജിയം ചാലക്കുടി പുലയനാണ്, ഞങ്ങളൊക്കെ പുലയന്മാരാണ്. മുണ്ടക്കയം ദേവനാഥ് സാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അദ്ദേഹം പുലയനാണ്. AK സന്തോഷ് ഇവിടെ ഉണ്ടായിരുന്നു, പുലയനാണ്. ഞങ്ങൾ പുലയർക്ക് വേണ്ടി വാദിക്കാനല്ല, അവഗണിക്കപ്പെട്ടു പോയ, പ്രാതിനിധ്യമില്ലാതെ പോയ, എണ്ണത്തിൽ ചെറുതായ 30,000, 20,000, 10,000, 2,000 വരുന്ന ചെറിയ സമുദായങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി വാദിക്കാനല്ല. ഞാനിത് പറയുന്നത് ബഹുമാന്യനായ നമ്മുടെ ഗീതാനന്ദ മാഷിന്റെ ഒരു ലേഖനം വന്നു, ഉപസംവരണവാദികൾ ജാതിവാദികളാണ് എന്ന്. ഞങ്ങൾ ജാതിവാദികളാണെങ്കിൽ ഞങ്ങൾ വാദിക്കുന്നത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയല്ലേ? ഞാനും അജിയം ചാലക്കരിയും AK സന്തോഷും മുണ്ടക്കയും ദിവാകരനും ഒക്കെ വാദിക്കേണ്ടത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ വാദിക്കുന്നത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയല്ല.
മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് തിരക്കുന്ന വേടന് വേണ്ടി വാദിക്കാനാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം അതാണ് ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ ഞങ്ങളെ പഠിപ്പിച്ചത്. ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾക്കറിയുമോ? ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഒരു അംഗത്തെ തെരഞ്ഞെടുക്കേണ്ട അവസരം വന്നു. Already Baba Saheb Dr. Ambedkar was elected to the Bombay Legislative Council as a member of an untouchable. And another post was created, another post was vacant. And immediately Baba Saheb Dr. B.R. Ambedkar himself suggested the name of P. Balu. Who is P. Balu? P. Balu was a former Indian cricketer who played for Indian cricket in the World Cup. And he belonged not to Mahar community, he belonged to the Mang community. അതാണ് ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ ചെയ്തത്. ആ ചെയ്ത മാതൃകയല്ലേ ഞങ്ങളെ ഭരിക്കേണ്ടത്? ആ ചെയ്ത മാതൃകയല്ലേ ഇന്ത്യയിലെ കേരളത്തിലെ അംബേദ്കറൈറ്റുകളെ നയിക്കേണ്ടത്? അതോ സ്വന്തം സമുദായ താല്പര്യത്തിന്റെ അറുതുറമ്പുകളെ ലംഘിക്കാൻ കഴിയാതെ ജാതിവാദികളായി അടപ്പതിക്കുകയാണ് ഈ കേരളത്തിലെ അംബേദ്കറൈറ്റുകൾ ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾ വിനീതമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉപസംഹരണ വിരോധികൾ എതിർക്കുന്നത് ഈ രാജ്യത്തെ ഓരോ സമുദായങ്ങളുടെയും സ്വയം നിർണയാവകാശത്തെ കൂടിയാണ്. സ്വയം നിർണയാവകാശത്തെ കൂടിയാണ്. കാരണം ഉപസംഹരണം ഒരു തരത്തിലും നമ്മുടെ ഐക്യം നഷ്ടപ്പെടുത്തുന്നില്ല, നമ്മുടെ സംവരണാവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. I can cite a classical example from the law which has been passed by a legislation which has been passed by the Tamil Nadu Legislative Assembly in 2009. In 2009, I'm speaking in English because some of our friends also should know it. In 2009, the Tamil Nadu Legislative Assembly passed a law which provided sub-quota for Arundhadiyars. Arundhadiyar is not a single community according to the law. It includes 7 communities. Arundhadiyar is a group consisting of 7 scheduled caste communities. And they decided that out of the total 18% of reservation as well allotted to the scheduled caste of Tamil Nadu, 3% can be earmarked for the Arundhadiyar group. അങ്ങനെ 3% സംവരണം അരുന്ധതിയാർക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്ത തമിഴ്നാട് ലെജിസ്ലേഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലെ സെക്ഷൻ 5 5-ാം വകുപ്പ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി വായിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം അത് പറയുന്നത് ഇങ്ങനെയാണ്: ഈവൻ ആഫ്റ്റർ ഫില്ലിംഗ് അപ്പ് ദ റിക്വയർഡ് പെർസെന്റേജ് ഓഫ് റിസർവേഷൻ ഫോർ അരുന്ധതിയാസ് ഓൺ പ്രിഫറൻഷ്യൽ ബേസിസ് such excess number of candidates of Arundhadiyas shall be entitled to compete with scheduled caste other than Arundhadiyas. 3% കൂടുതൽ യോഗ്യരായ അരുന്ധതിയാർ ഉണ്ടെങ്കിൽ അവർക്ക് 15% മറ്റു പട്ടികജാതിക്കാരോടൊപ്പം മത്സരിക്കാം. 3% കൂടുതൽ അരുന്ധതിയാർ യോഗ്യരായാൽ. സെക്ഷൻ 6 പറയുന്നത് എന്താണ്? Where seats appointments or posts reserved for Arundhadiyas remain unfilled. ഏതെങ്കിലും കാരണവശാൽ 3% അരുന്ധതിയാർക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന സംവരണത്തിന്റെ കോട്ടയിൽ അരുന്ധതിയാർ തികയാതെ വന്നാൽ 2% ഉള്ളൂ. 1% അരുന്ധതിയാർ മാത്രമേ യോഗ്യരായി വന്നുള്ളൂ എങ്കിൽ ബാക്കി 2% ജനറൽ കോട്ടയിലേക്ക് പോകുമെന്ന കള്ളമാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിയമം പറയുന്നത് എന്താണ്? The seats appointments of posts reserved for the Arundhadiyas remain unfilled for want of adequate number of qualified candidates. It shall be filled up by scheduled caste other than Arundhadiyar. അരുന്ധതിയാർ അല്ലാത്ത മറ്റു പട്ടികജാതിക്കാരെ കൊണ്ട് നികത്തും. അതായത് കള്ളാടിയാനും നായാടിക്കും വേടികളും കൊടുത്താൽ അവരുടെ ഇടയിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ പുലർക്കെടുക്കാമല്ലോ. നീ എന്തിനാണ് ആശങ്കപ്പെടുന്നത് എന്നാണ് തമിഴ്നാട് നിയമം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. Other than Arundhadiyas, with no carry forward principles, with no carry forward of vacancies for Arundhadiyas, and the entire reservation of 18% for scheduled caste shall be filled in the year of actual vacancy, subject to the availability of scheduled caste candidates, and the preference given to Arundhadiyas shall not in any way affect the existing principle of carry forward of vacancies for scheduled caste in general എന്നാണ് നിയമം വ്യക്തമാക്കുന്നത്. എന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ കള്ളം പറയുന്നത്? ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപസംവരണ വിരോധികൾ വെല്ലുവിളിക്കുന്നത് വേടന്റെയും കള്ളാടിയുടെയും അരുന്ധതിയാരുടെയും നായാടിയുടെയും സ്വയം നിർണയാവകാശത്തെയാണ്, സെൽഫ് ഡിറ്റർമിനേഷനെയാണ്. എന്റെ അവകാശം എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ള അവകാശമില്ലേ? ഞാനല്ലേ പറയേണ്ടത്? എങ്ങനെയാണ് എന്റെ അവകാശങ്ങൾ എനിക്ക് അനുഭവവേദ്യമാക്കേണ്ടത് എന്ന്? നായാടി എങ്ങനെയായിരിക്കണം അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അനുഭവിക്കേണ്ടത് എന്ന് പറയാനുള്ള അവകാശമെങ്കിലും നീ അവന് വിട്ടുകൊടുക്കും. വേടൻ എങ്ങനെയായിരിക്കണം ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശം വിട്ടുകൊടുക്കുക. ഇവിടെ ചില ആളുകൾ അങ്ങോട്ട് സജസ്റ്റ് ആയി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കാൻ, ഞങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം, പ്രത്യേക പാക്കേജ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.
ഹൂ ഹാസ് ദ സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റ്? ആർക്കാണ് അതിനുള്ള അവകാശം? നിങ്ങൾ കാണാം, വേടൻ എങ്ങനെ ജീവിക്കണമെന്ന്, വേടന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വേടന് തീരുമാനിക്കാൻ അർഹതയില്ല, യോഗ്യതയില്ല എന്ന് കൂടിയാണ് ഇവന്മാർ പറയുന്നത് എന്ന് പറയട്ടെ. അതില്ലേ? ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ അവർ തീരുമാനിക്കട്ടെ. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ. അവരുടെ സ്വയം നിർണയാവകാശത്തിന്റെ പ്രശ്നം കൂടിയാണ്. സ്വയം നിർണയാവകാശത്തെ കൂടിയാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഇവിടെ മൊത്തം പട്ടികജാതിക്കാരുടെ രക്ഷകർ ചമയാനാണ് ചില ആളുകൾ നോക്കുന്നത്. ബഹുമാനായ ഉദ്ഘാടകൻ രാവിലെ പറഞ്ഞു, യൂണിറ്റിയെ സംബന്ധിച്ച് യൂണിറ്റി പ്രീസപ്പോസസ് യൂണിഫോമിറ്റി. യൂണിറ്റി പ്രീസപ്പോസസ് യൂണിഫോമിറ്റി. ഏകദാനമായ ഒരു സമൂഹത്തിന് മാത്രമേ ഐക്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. രാവിലെ ഉദ്ഘാടകൻ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്തതിന് വേണ്ടി ഞങ്ങൾ എന്തിനു വരണം എന്നിവിടുത്തെ കള്ളാടിയാൻ ചിന്തിച്ചാൽ, നായാടി ചിന്തിച്ചാൽ, വേടൻ ചിന്തിച്ചാൽ ആരതിന് സമാധാനം പറയുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ജനാധിപത്യ വിരുദ്ധതയുമില്ല. സത്യത്തിൽ ഉദ്ഘാടകൻ രാവിലെ പറഞ്ഞതുപോലെ ഗാന്ധി ശിഷ്യന്മാരാണ് ഈ സബ് ക്ലാസിഫിക്കേഷനെ എതിർക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിനെ എന്തിനു എതിർക്കണം? എന്താണ് അതിന്റെ ലോജിക്? അതിന്റെ ലോജിക് എന്താണ്? ഞാനൊരു വളരെ രസകരമായ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആകെ അതിന്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. ഞാനത് ബഹുമാന്യനായ ഉദ്ഘാടകൻ CS മുരളിക്ക് അതിന്റെ കോൺട്രാക്ട് കൊടുത്തു 25 ലക്ഷം രൂപയ്ക്ക്. 25 ലക്ഷം രൂപയ്ക്ക് വീട് പണിയുടെ ഫുൾ മെയിൻ കോൺട്രാക്ട് ഞാൻ CS മുരളിക്ക് കൊടുത്തു. CS മുരളി അതെന്ത് ചെയ്തു? അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് CS മുരളി സജീ കൊല്ലത്തിന് സബ് കോൺട്രാക്ട് കൊടുത്തു. സോ സബ് കോൺട്രാക്ട് കൊടുത്തു. ദാറ്റ് ഈസ് സബ് കോൺട്രാക്ട്. ഇവിടെ സബ് ക്ലാസിഫിക്കേഷൻ, ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റ് ഈസ് നത്തിങ് ബട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണലി സാങ്ക്ടിഫൈഡ് ക്ലാസിഫിക്കേഷൻ. പട്ടികജാതി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. പട്ടികജാതി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. ആ ക്ലാസിഫിക്കേഷനകത്ത് ജുഡീഷ്യൽ കമ്മീഷനുകൾ പരിശോധിക്കുന്നു. കഴിഞ്ഞ 75 വർഷമായി ഏതൊക്കെ സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും, ചില സമുദായങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന കണക്ക് മുന്നോട്ട് വെക്കുന്നു. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിലേക്ക് സ്റ്റേറ്റ് പോകുന്നു. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? അതല്ലേ നമ്മുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നത്? അത് നമ്മുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നോ? ഏതെങ്കിലും നിലയിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. മഹാനായ ബാബാസാഹേബ് ഡോക്ടർ BR അംബേദ്കർ 1951 ഒക്ടോബർ മാസം 4-ാം തീയതി ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവസരങ്ങളിൽ ഇന്നലകളിൽ പ്രാതിനിധ്യമില്ലാത്ത പോയവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് വേണം അവസര സമത്വം എന്ന ആശയത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അദ്ദേഹം വിശദീകരിച്ചു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം എന്ന ദർശനത്തെയാണ് ഈ സബ് ക്ലാസിഫിക്കേഷൻ അഡ്രസ് ചെയ്യുന്നത്. ഇക്വാലിറ്റി എന്ന കൺസെപ്റ്റിനെയാണ് സബ് ക്ലാസിഫിക്കേഷൻ അഡ്രസ് ചെയ്യുന്നത്. കാരണം ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. അവസരങ്ങളിലെ സമത്വം, പദവിയിലെ തുല്യത എന്ന് പറയുന്നു. ഇത് അവസരങ്ങളിലെ തുല്യതയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. ഈ ഉപസംഹരണ നിയമങ്ങൾ സുപ്രീം കോടതി പുതിയതൊന്നും പറഞ്ഞില്ല. ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല. സുപ്രീം കോടതി ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളോട് ഈ നിലയിലുള്ളൊരു നിയമം നിർമ്മിക്കണമെന്ന് പറഞ്ഞില്ല. സുപ്രീം കോടതി പറഞ്ഞത് 3 സംസ്ഥാനങ്ങൾ നിർമ്മിച്ച നിയമങ്ങൾ ഭരണഘടനാ വിധേയമാണ്, അതിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണത്തിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യമായ രേഖകളുടെയും തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ നിയമം നിർമ്മിക്കാവൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതല്ലാതെ സുപ്രീം കോടതി ഒരു മാർഗനിർദ്ദേശവും ഒരു മാനദണ്ഡവും പുതുതായി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചില്ല. 1975 പഞ്ചാബിലാണ് ആദ്യമായി ഇതുണ്ടാകുന്നത്. അന്ന് അവിടെ ഭരിച്ചത് ഗ്യാനി സെയിൽ സിംഗ് ആണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് സർക്കാരാണ് ഭരിച്ചത്. ആ 2006 പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ആ നിയമം, ആ സർക്കുലർ റദ്ദാക്കിയപ്പോൾ 2006 ഒക്ടോബർ മാസം 26-ാം തീയതി പഞ്ചാബിലെ നിയമസഭ ഒരു നിയമം പാസാക്കി. അന്ന് പഞ്ചാബ് ഭരിച്ചത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഗവൺമെന്റാണ്, കോൺഗ്രസ് സർക്കാരാണ്. രണ്ടാമത് നിയമനിർമ്മാണം നടക്കുന്നത് ഹരിയാനയിലാണ്, ബൻസിലാലിന്റെ ഗവൺമെന്റാണ്, ഇറ്റ് വാസ് എ കോൺഗ്രസ് ഗവൺമെന്റ്. മൂന്നാമത് നിയമനിർമ്മാണം നടക്കുന്നത് ആന്ധ്രയിലാണ്, ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുടെ ഗവൺമെന്റ് ആണ്. 4ാമത് നിയമനിർമ്മാണം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഇറ്റ് വാസ് ദെൻ റൂൾഡ് ബൈ ദ കരുണാനിധി ഗവൺമെന്റ്, വിച്ച് വാസ് എ DMK ഗവൺമെന്റ്. എവിടെയാണ് സംഘപരിവാർ അജണ്ട ഒളിഞ്ഞു കിടക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി, കോൺഗ്രസ് സംഘപരിവാറാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് സർക്കാരുകളാണ് നിയമനിർമ്മാണം നടത്തിയത്. ബഹുഭൂരിപക്ഷം കോൺഗ്രസ് സർക്കാരുകളാണ്. എവിടെയാണ് നമുക്കൊരു സംഘപരിവാർ ബന്ധം ആലോചിക്കാൻ കഴിയുന്നത്? എവിടെയാണ് നമ്മുടെ ഐക്യത്തെ തകർക്കുന്നത്? എക്സിസ്റ്റിംഗ് സോഷ്യൽ ഡിവിഷൻസിനെ മാത്രമാണ് അഡ്രസ് ചെയ്തത്.
They are not creating a new social division. Whether Supreme Court or any of the law passed by the state legislatures have created a new social division. No. നിലവിലുള്ള സോഷ്യൽ ഡിവിഷൻസിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിയായാലും സംസ്ഥാന നിയമസഭകളായാലും നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നീതിബോധമുള്ള ഒരു മനുഷ്യനും ഇതിനെ എതിർക്കാൻ കഴിയില്ല. നീതിബോധമുള്ള ഒരു മനുഷ്യനും ഇതിനെ എതിർക്കാൻ കഴിയില്ല. ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മുന്നോട്ട് വെക്കുന്ന ആ നീതി എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആരൊക്കെ ഇല്ലായാലും ഇന്ന് നമ്മൾ വിചാരിച്ചതുപോലെ സമ്മേളനത്തിൽ വലിയ പ്രാമുഖ്യം ഉണ്ടായില്ല എന്ന വസ്തുത ഞാൻ അംഗീകരിക്കുന്നു. കാരണം നമ്മൾ പ്രതികരിക്കുന്നത് 30,000 ജനസംഖ്യയുള്ള കള്ളാടിയേരെയാണ്, 20,000 ജനസംഖ്യയുള്ള വേടനെയാണ്, 10,000 ജനസംഖ്യയുള്ള 2,000 ജനസംഖ്യയുള്ള നായാടിയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സമുദായങ്ങളെയാണ്. ആ സമുദായങ്ങളെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഈ ആളുകളെല്ലാം ഓടിച്ച് RSSന്റെ സംഘപരിവാറിന്റെ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. അവരെ കൂടെ ചേർത്ത് പിടിക്കുക, അവർക്ക് കൂടി ഭരണഘടനാപരമായ അവകാശം ലഭ്യമാകുന്ന നിലയിൽ നിലപാട് സ്വീകരിക്കുക എന്നാണ് പറഞ്ഞു വന്നത്. ഒരു വിചിത്രമായ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനായ സണ്ണി എം കബിക്കാട് നേതൃത്വം കൊടുക്കുന്ന ദലിത് സമുദായ മുന്നണിക്ക് PD ജോസിരിക്കുന്നു പട്ടികജാതി ക്രിസ്ത്യാനികളുടെ സംവരണവുമായി ബന്ധപ്പെട്ടൊരു നിലപാടുണ്ട്. എന്താണ് നിലപാട്? പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് പട്ടികജാതി പദവി നൽകണം, പക്ഷെ അവർക്ക് പട്ടികജാതിയിൽ നിന്ന് വേറിട്ട സംവരണം നൽകണം. ഇതും ഒരു സബ് ക്ലാസിഫിക്കേഷൻ അല്ലേ? ഇസ് ഇറ്റ് നോട്ട് എ സബ് ക്ലാസിഫിക്കേഷൻ? പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് പട്ടികജാതി പദവി നൽകണം, എന്നാൽ പട്ടികജാതി സംവരണത്തെ ഒരു തരത്തിലും ബാധിക്കാതെ അവരുടെ സംവരണത്തിന് പുറത്ത് പട്ടികജാതിക്കാർക്ക് പുറത്ത് പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുന്ന നിലപാടും ദാറ്റ് ഈസ് ഓൾസോ സബ് ക്ലാസിഫിക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ക്ലാസിഫിക്കേഷൻ, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. അതാണ് സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഞാൻ പറയുന്നത് തികച്ചും വിചിത്രമായ നിലയിൽ മനോനില തെറ്റിയവരെ പോലെയാണ് ചില ആളുകൾ പെരുമാറുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഈ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത മനസ്സിലാക്കിയാൽ പ്രാമുഖ്യമില്ലാതെ പോയ the people who are not represented in education, the people who have not been represented in the service of the state, അവരെയാണ് ഇത് അഡ്രസ് ചെയ്യുന്നത്. അവിടെ പ്രാമുഖ്യം കൂടെ ഉറപ്പുവരുത്താം. മഹാനായ കാഞ്ചിറാം സാബ് പറഞ്ഞ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചമാറുകളോട് അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ചമാറ അല്ലാത്ത വാത്മീകി തുടങ്ങിയിട്ടുള്ള ഉത്തർപ്രദേശിലെ ജനങ്ങൾ, പഞ്ചാബിലെ ആളുകൾ മഹാനായ കാഞ്ചിറാം സാബിനോട് വന്ന് ഞങ്ങൾക്ക് സംവരണത്തിന്റെ പ്രയോജനം കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചമാറുകൾക്കൊരു ഉപദേശം കൊടുത്തു. എന്താണെന്ന് അറിയുമോ? അദ്ദേഹം ചമാറുകളോട് പറഞ്ഞു, നിങ്ങൾ ഇനി സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗങ്ങൾക്ക് അപേക്ഷ കൊടുക്കരുത്. ഡോണ്ട് അപ്ലൈ ഫോർ the state government service, you apply for central government service. Let the Vatmikis apply for the state government service. He advised the Chamas to go for outside India in seek of the job. അതാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. ജോലി അന്വേഷിച്ച് നിങ്ങൾ വിദേശത്തേക്ക് പോകും. അതാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്, മഹാനായ കാഞ്ചിറാം സാബു പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം സ്വന്തം ജാതിക്ക് വേണ്ടി സംസാരിക്കുക മാത്രമല്ല ചെയ്തത് എന്നാണ് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇതൊരു നീതിയുടെ പ്രശ്നമാണ്, ഇത് സാഹോദര്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ന്യൂനപക്ഷാവകാശത്തിന്, എണ്ണത്തിൽ കുറവുള്ള ന്യൂനപക്ഷങ്ങളായി പോയ സമുദായങ്ങളുടെ ന്യൂനപക്ഷാവകാശത്തിന്റെ പ്രശ്നമാണ്, ഇത് സ്വയം ന്യായാവകാശത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ അവകാശങ്ങളെ, ഈ ഭരണഘടനാപരമായ അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നായാടിയും വേടനും കള്ളാടിയാനും അതുപോലെ തന്നെ അരുന്ധതിയാറും ചക്ലിയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജനാധിപത്യപരമായ സമരങ്ങൾക്ക് ഭീമിഷൻ എക്കാലത്തും ആള് കുറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ പിന്തുണ നൽകുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിനീതമായി ഈ സമൂഹത്തോട്, പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത് എന്ന് പറയും. അത് ഞങ്ങളുടെ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് ഞങ്ങളുടെ സമത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ സ്റ്റാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. It is not the other way around. Our stand is based on justice and equality, which is enshrined in the preamble of the Constitution. അതല്ലാതെ മറ്റൊന്നല്ല എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണഘടനാ നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ നിയമ ഉപരിപഠനത്തിൽ I had opted for the constitutional law as my master's study in law. So I can speak somewhat authoritatively. I am not saying that I am an authority on the constitution of our country, but I can say it in a limited way that our concept, our stand is based on the preambular concept of justice and equality, which has been enshrined in the constitution by our none other than our great leader Baba Saheb Dr. B.R. Ambedkar. അതുകൊണ്ട് ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും.
വേടനും നായാടിയായും കള്ളാടിയും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് ഈ സമ്മേളനത്തിന് ഉറപ്പ് നൽകാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിയമപരമായി, രാഷ്ട്രീയമായി, ധാർമ്മികമായി ഈ സമരമുഖത്ത് എല്ലാ കാലത്തും ഞങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഞാനും CS മുരളിയെ പോലുള്ള ആളുകളും അജി ചാലക്കുടിയെയും AK സന്തോഷിനെ പോലുള്ള ആളുകളുമൊക്കെ ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ബന്ദ് പ്രഖ്യാപിച്ചവരൊക്കെ പതുക്കെ മാറി. അതിദുർബല സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം വേണം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണം എന്ന നിലയിലേക്ക് അവരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ ഈ ആളുകളെ നമ്മൾ മാർത്തിക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഉറപ്പായും നിങ്ങളോട് പറയാനുള്ളത്.